ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ പേടകത്തെ സ്വീകരിച്ചിരിക്കുന്നു. തിരുവാഭരണ പേടകം സന്നിധാനത്തേക്ക് ഈ പൊന്നമ്പലത്തിലേക്ക് വരാനുള്ള നിമിഷങ്ങൾ മാത്രമാണ് കാത്തിരിക്കുന്നത്. നിമിഷങ്ങൾ എണ്ണിക്കാത്തിരിക്കുകയാണ്. ശരണം വിളിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം മുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെ ഓരോ ഭക്തരും കാത്തിരിക്കുകയാണ്. ഇനി തുള്ളി ഉറഞ്ഞാടി വരുന്ന ആ കോമരങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് മുന്നിൽ ദീവട്ടിയുടെ ദീപപ്രഭയുണ്ടാകും, കർപ്പൂരത്തിന്റെ ദീപപ്രഭയുണ്ടാകും. ആ ദീപപ്രഭയിൽ പ്രോജ്വലിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു തിരുവാഭരണ പേടകത്തെ നമുക്ക് കാത്തിരിക്കുകയാണ്. അല്പസമയത്തിലുള്ള 6:15 അല്ലെങ്കിൽ 6:20 തിരുവാഭരണ പേടകം ഈ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഒരച്ഛൻ മകന് കൊടുത്തുവിടുന്ന ആടയാഭരണങ്ങൾ, ഒരു തവണയെങ്കിലും ഒരു ദിവസമെങ്കിലും തനിക്ക് തൻ്റെ യോദ്ധാവായിട്ടുള്ള മകനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരച്ഛൻ മകന് കൊടുത്തുവിടുന്ന ആടയാഭരണങ്ങൾ അടങ്ങിയ ചുരികയും വാളും തിരുമുഖവും പ്രവടയും എല്ലാമുള്ള ആനയും കുതിരയും ഒക്കെ തന്നെയുള്ള ആടയാഭരണങ്ങൾ അടങ്ങിയ ആ പേടകങ്ങൾ. രണ്ടാമത്തെ പേടകമാണെങ്കിൽ അവിടെ എഴുന്നള്ളത്തിന് വേണ്ടിയുള്ള കൊടിക്കൂറകൾ അടങ്ങിയ പേടകങ്ങൾ. മൂന്നാമത്തേത് വെള്ളിക്കുടങ്ങളും കലശക്കുടങ്ങളും അടങ്ങിയ മാളികപ്പുറത്തമ്മയുടെയും മണിമണ്ഡപത്തിന്റെയും പൂജയ്ക്ക് വേണ്ടിയുള്ള പേടകങ്ങൾ. അങ്ങനെ 3 പേടകങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഈ ശ്രീകോവിലിനുള്ളിലേക്ക് വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട പേടകം. ആ വലിയ പേടകവും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഒരു മഹാമൗനം ഇപ്പോൾ ശബരീശ സന്നിധിയെ പൂണ്ടിരിക്കുന്നു. ശരണം വിളികളില്ല. ഇപ്പോൾ പഞ്ചവാദ്യത്തിന്റെ ഒരു ഘോഷം മാത്രം ശബരിമലയിൽ ആകെ മുഴങ്ങുന്നു. അയ്യപ്പന്മാരുടെ എല്ലാം കണ്ഠം ഇപ്പോൾ വിശ്രമത്തിലാണ്. കാരണം അവർക്ക് വലിയൊരു ശരണം വിളിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മഹായോഗിയായ അയ്യപ്പസ്വാമിയെ പോലെ, ചിന്മുദ്രാങ്കിതനായി ധ്യാനത്തിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ പോലെ ഒരു യോഗനിദ്രയിലേക്ക് ഈ ശബരിമല സന്നിധി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഇപ്പോഴുള്ള ഈ മഹാമൗനം കണ്ടാൽ. കാരണം അവർ കാത്തിരിക്കുന്നു ആ തിരുവാഭരണ പേടകം സന്നിധാനത്തേക്ക് വരാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള മൗനം. അത് കഴിയുമ്പോൾ ആ തിരുവാഭരണ പേടകം ആ തിരുനടയിലേക്ക് വലിയ നടപ്പന്തലിലേക്ക് എത്തി എന്നറിയുമ്പോൾ ഉയരുന്ന ഒരു ശരണമന്ത്ര ധ്വനിയുണ്ട്. അത് നമ്മളെ ആനന്ദത്തിന്റെ പരകോടിയിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ ദിവ്യരൂപമായി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ദീപാരാധനയായി മകരവിളക്ക് തെളിയുമ്പോൾ, ആ 3 തവണ തെളിയുമ്പോൾ പിന്നീട് അതിനും മേലെ പരകോടി ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കും ഓരോ അയ്യപ്പ ഭക്തന്റെയും ഭക്തിയെ, ആനന്ദത്തെ. അപ്പോൾ ആ നിർവൃതിയിൽ അലിയാൻ വേണ്ടി തീർച്ചയായിട്ടും അതിവിടെ നിന്ന് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭവമാണ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ജെയിനസ് രാജു പറഞ്ഞ പുല്ലുമേടിലെ വിശേഷങ്ങൾ, ആ പുല്ലുമേട് നമുക്ക് ഇവിടെ നിന്ന് ശബരീശ സന്നിധിയുടെ വടക്ക് ഭാഗത്തായിട്ട് വിദൂര കാഴ്ചയായി കാണാം. അതിനു മുകളിൽ അയ്യപ്പന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ട്യൂബ് ലൈറ്റുകൾ കത്തിയിരിക്കുന്നു. മിന്നാമിനുകിന്റെ വെട്ടം പോലെ നമുക്ക് ഇവിടെ നിന്ന് പുല്ലുമേടിന്റെ മുകളിൽ വിളക്കുകൾ കാണാം. അവിടെ ഉറുമ്പുകളെ പോലെ അയ്യപ്പ ഭക്തരെ കാണാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് എത്രയോ ദൂരെ നിന്ന് ജെയിനസ് രാജു അല്പം മുമ്പ് പറഞ്ഞു വന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് കൗതുകം കൊണ്ടുപോകും. ആ മലമുകളിലും അയ്യപ്പന്മാർ കാത്തിരിക്കുന്നു. അതായത് ഈ 18 മലകൾക്കും മുകളിൽ ഓരോ സ്ഥലങ്ങളിലും അയ്യപ്പന്മാരുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. പക്ഷേ ആ ചാറ്റൽ മഴയൊക്കെ തന്നെ പകഞ്ഞു മാറുന്ന ഇവിടുത്തെ ഭക്തിയാണ്, ഭക്തരുടെ ഭക്തിയാണ്. പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്ന, പരസ്പരം പേര് വിളിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന, ഈ ഭഗവാനെ പേര് വിളിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അത് ശബരിമല മാത്രമാണ്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു പ്രത്യേകത തന്നെയാണ്. ഇതുപോലൊരു ക്ഷേത്രം ഇനി ഈ നാട്ടിൽ എവിടെയുമില്ല. ഇങ്ങനൊരു സങ്കേതം എവിടെയുമില്ല. കാരണം അത്രയേറെ പ്രത്യേകതകളും വ്യത്യസ്തതമാർന്ന ചടങ്ങുകളാണ് ശബരിമല സന്നിധിയിലുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ശരംകുത്തിയിൽ നിന്ന് ഇവിടെ നിന്ന് സ്വീകരിക്കാൻ പോയ ദേവസ്വം ബോർഡ് അധികൃതർ മാലയിട്ട് തിരുവാഭരണ പേടകത്തെയും ആ പേടകം വഹിച്ചു വന്ന അയ്യപ്പസ്വാമിമാരെയും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നു. ആ പേടകത്തിനൊപ്പം വന്ന പന്തളത്ത് നിന്നുള്ള അയ്യപ്പസ്വാമിയുടെ തിരുരാജ്യത്ത് നിന്നുള്ള പ്രജകൾ അവർ ആദ്യമേ തന്നെ പൊന്നു 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിൽ എത്തി അവരുടെ ദർശനത്തിനുള്ള സ്ഥാനം അവരാണ് ആദ്യം അവരുടെ യുവരാജാവിനെ കാണാനായി എത്തുന്നത്. അവരുടെ യുവരാജാവിനെ ഒരു വർഷം ഒന്നായി കാണാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് ഇന്ന് അവരുടെ യുവരാജാവിനെ കാണാം. ആ പന്തളത്ത് രാജാവിന് യുവരാജാവായിട്ടുള്ള തന്റെ മകനെ കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇത് പറയുമ്പോൾ തന്നെ കോരിത്തരിച്ചു പോവുകയാണ്. വലിയ ആരവങ്ങളോടുകൂടി തീവട്ടിയുടെയും അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിന്റെയും ഒക്കെ തന്നെ അകമ്പടികളോടുകൂടി ഈ ഘോഷയാത്ര വരുന്ന ഓരോ സ്ഥലങ്ങളിലും ശരണവിളികൾ ഇങ്ങനെ ഉയർന്നു വന്ന് വലിയ നടപ്പന്തലാകുമ്പോഴേക്കും സ്വാമിയെ ശരണയ്യപ്പ എന്നുള്ള ഞാൻ പറഞ്ഞതുപോലെ ഭഗവാൻ യോഗീശ്വരനാകാൻ ഈ ശബരിമല സന്നിധിയിൽ തുടരാൻ തീരുമാനിച്ചപ്പോൾ ദശരഥ വ്യഥ അനുഭവിച്ച പന്തളൻ രാജാവ് അദ്ദേഹം നൽകിയ സമ്മാനം, ഞാൻ ഒരിക്കൽ കണ്ടോട്ടെ എൻ്റെ ഉണ്ണിയെ ഈ തിരുവാഭരണങ്ങൾ അണിഞ്ഞ് വില്ലാളി വീരനായി എന്ന് പറഞ്ഞപ്പോൾ മറുപടി കൊടുത്തു വന്നുകൊള്ളാൻ വർഷത്തിലൊരിക്കൽ മകരസംക്രമ നാളിൽ.